നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഓണത്തോടനുബന്ധിച്ച് തൃശൂർ പൂരം കലക്കൽ കൊഴുക്കുകയാണ്. വാഗ്വാദങ്ങളും വെല്ലുവിളികളും എല്ലാം അരങ്ങ് തകർത്തു വാഴുകയാണ്. തൃശൂരിലെ തോൽവി ചൂണ്ടിക്കാട്ടി കെ സുധാകരനും വി ഡി സതീശനും താക്കീത് നൽകിയിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വെറും താക്കീതല്ല, നല്ല ഒന്നാം തരം താക്കീതും ഓർമ്മിപ്പിക്കലുമാണ് നൽകിയിരിക്കുന്നത്. ആദ്യം ഒരു ഓർമ്മപ്പെടുത്തലാണ് വേണ്ടത്. എന്ത് ഓർമ്മപ്പെടുത്തലെന്ന് ചിന്തിച്ച് തല പുകയ്ക്കുന്നവർക്കായി പറയാം. അത്രയ്ക്ക് അങ്ങ് പുകയ്ക്കേണ്ട. ഗോവിന്ദൻ മാസ്റ്റർ ഓർമ്മിപ്പിക്കുന്നത് തൃശൂരിലെ കോൺഗ്രസ് തോൽവിയെ കുറിച്ചാണ്. തൃശൂരിലെ കോൺഗ്രസ് തോൽവി സംബന്ധിച്ച് പഠിച്ച കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സുധാകരന്റെയും സതീശന്റെയും അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. കോൺഗ്രസിനാണ് BJPയുമായി ബന്ധമെന്നത് തെളിവാണ്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം 86,000 വോട്ട് കോൺഗ്രസിന്റേത് കുറഞ്ഞു. അവിടെ 3ാം സ്ഥാനത്തായതിനാൽ അടി തുടങ്ങി. ഇതോടെയാണ് കമ്മീഷനെ വെച്ചത്. മാസം കുറെയായിട്ടും അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പുറത്തുവിട്ടാൽ മറ്റൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയാവും അത്. BJP ജയിക്കരുതെന്നാണ് കേരളത്തിലെ 80% ജനങ്ങളും വിചാരിക്കുന്നത്. അത്തരം ചിന്താഗതിയിൽ വെള്ളം ചേർത്താണ് കോൺഗ്രസ് BJPയെ ജയിപ്പിച്ചത്. തൃശൂരിൽ കൂടാതെ രാജസ്ഥാനിലും രാജ്യസഭാ സീറ്റും ആലപ്പുഴ സീറ്റും പകരമെടുത്ത് കേരളത്തിലെ കോൺഗ്രസ് BJPക്ക് ദാനം നൽകി. അതോടെ രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷമായി. ADGP RSS നേതാവിനെ കണ്ടതിൽ CPIMന് ബന്ധമുണ്ടെന്ന വാദം ശുദ്ധ അസംബന്ധം. എല്ലാ അർത്ഥത്തിലും RSSുമായി പോരാടുന്ന പാർട്ടിയാണ് CPIM. ADGP ആരെ കണ്ടാലും പാർട്ടിക്ക് പ്രശ്നമല്ല. ആരെ കാണുന്നു എന്നത് CPIMുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യവുമില്ല. മനസ്സിലായോ നേതാക്കന്മാരെ?